നമസ്കാരം. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? കോൺഗ്രസ് മുഖപത്രമായിരുന്ന നാഷണൽ ഹെറാൾഡിനെ യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി ഏറ്റെടുത്തതിനെതിരായ കേസ്. ആരൊക്കെയാണ് യങ് ഇന്ത്യ ലിമിറ്റഡിൽ ഉണ്ടായിരുന്നത്? അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, പിന്നീട് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായിരുന്ന മോത്തിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, പിന്നെ യങ് ഇന്ത്യയുടെ ഡയറക്ടർമാരായ മാധ്യമപ്രവർത്തകൻ സുമൻ വോറയും ടെക്നോക്രാറ്റ് സാം പിത്രോദയും. കോൺഗ്രസിന്റെ പത്രത്തെ കോൺഗ്രസിന്റെ തന്നെ കമ്പനി ഏറ്റെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? കോൺഗ്രസ് പാർട്ടിക്ക് പത്രം 90 കോടി നൽകാനുള്ളപ്പോൾ വെറും 50 ലക്ഷം മാത്രമേ പാർട്ടിക്ക് നൽകിയിട്ടുള്ളൂ എന്നാണ് കേസ്. കോൺഗ്രസ് പാർട്ടിയെ കോൺഗ്രസ് നേതാക്കൾ പറ്റിച്ചു എന്ന കേസിൽ ഇഡിക്ക് എന്താണ് കാര്യം? ആ കാര്യത്തിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഫ്രീഡം ഈസ് ഇൻ പെരിൽ. ഡിഫെൻഡ് ഇറ്റ് വിത്ത് ഓൾ യുവർ മൈറ്റ്. സ്വാതന്ത്ര്യം സർവനാശം നേരിടുന്നു. നിങ്ങൾ സകല കരുത്തും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക. 1938 സെപ്റ്റംബർ 9 ജവഹർലാൽ നെഹ്റു സ്വന്തം നിലയ്ക്ക് നാഷണൽ ഹെറാൾഡ് ദിനപത്രം ആരംഭിക്കുമ്പോൾ അതിന് നൽകിയ ക്യാച്ച് വേർഡാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ കനത്ത പ്രതിരോധത്തിലായിരിക്കുന്നത് നെഹ്റുവിന്റെ 3ഉം 4ഉം തലമുറകളാണ്. കമ്പനിയുടെ ചെയർമാൻ നെഹ്റു തന്നെയായിരുന്നു. ആദ്യ എഡിറ്റർ ഏറെ പ്രശസ്തനായ കെ രാമറാവുവും. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടി. 1945 വീണ്ടും ആരംഭിക്കുമ്പോൾ മാനേജിംഗ് ഡയറക്ടറായി വന്നത് ഇന്ദിരയുടെ ജീവിത പങ്കാളിയും രാജീവിന്റെയും സഞ്ജയുടെയും പിതാവുമായ ഫിറോസ് ഗാന്ധിയാണ്. 1946 മുതൽ 32 വർഷം പത്രത്തെ പാർട്ടി മുഖപത്രത്തിലുപരിയായി എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കി മാറ്റിയത് എം ചലപതി റാവു എന്ന എഡിറ്ററാണ്. ഇക്കാലമെല്ലാം നെഹ്റു കുടുംബത്തിലായിരുന്നു പത്രത്തിന്റെ ഉടമസ്ഥാവകാശം. പത്രം തുടങ്ങിയ ശേഷം പിന്നീട് നെഹ്റു ചേർത്തതാണ് 5000-ഓളം കോൺഗ്രസ് പ്രവർത്തകരായ ഓഹരി ഉടമകളെ. പിന്നെ ഈ പത്രം എങ്ങനെ ഉടമസ്ഥത മാറി? നാഷണൽ ഹെറാൾഡ് ദിനപത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് 2008 പ്രവർത്തനം നിർത്തി. ഇതോടെ പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡും പ്രതിസന്ധിയിലായി. പത്രത്തിന് 2000 കോടി രൂപയുടെ ആസ്തികളുണ്ട്. ഡൽഹി, ലക്നൗ, ഭോപ്പാൽ, മുംബൈ, ഇൻഡോർ, പട്ന, പഞ്ചകുള എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മൂല്യമാണ് ഇത്. പത്രം പൂട്ടിയപ്പോൾ ഓഹരി ഉടമകളെ സ്വാധീനിച്ച് ഈ വസ്തുവകകൾ സ്വന്തമാക്കാൻ വ്യാപകമായ ശ്രമം നടന്നു. ആസ്തി കോൺഗ്രസിൽ നിന്ന് തന്നെ നഷ്ടപ്പെടും എന്ന നിലയിൽ എത്തിയപ്പോഴാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പുതിയ കമ്പനി രൂപീകരിക്കുന്നത്. അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ജനറൽ സെക്രട്ടറിമാരായ മോത്തിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, ടെക്നോക്രാറ്റ് സാം പിത്രോദ, മാധ്യമപ്രവർത്തകനായ സുമൻ ദുബെ എന്നിവരായിരുന്നു ഓഹരി ഉടമകൾ. ഈ കമ്പനിയിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും ചേർന്ന് 76% ഓഹരിയുണ്ട് എന്ന വിവരം മാത്രമാണ് പുറത്ത് ചർച്ചയായത്. എന്നാൽ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 25 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണിത്. ഈ കമ്പനി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് തുല്യമാണ്. ഓഹരി ഉടമകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാനോ ലാഭവിഹിതം നേടാനോ അവകാശമില്ല. ലാഭമായോ മറ്റേതെങ്കിലും വിധത്തിലോ പണം ലഭിച്ചാൽ അത് ഈ കമ്പനിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിന് ചെലവഴിക്കാൻ മാത്രമേ സാധിക്കൂ. കോൺഗ്രസ് നേതാക്കളെ കൂടി ചേർത്ത് ഇങ്ങനെ രൂപീകരിച്ച കമ്പനിക്കെതിരെ പിന്നെ എന്തുകൊണ്ട് കേസ്? ബി.ജെ.പി. നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത കേസ് അനുസരിച്ചാണ് ഇഡി വിഷയം ഏറ്റെടുത്തത്. പൊതുപണം നഷ്ടപ്പെട്ടുവെന്നോ പുറമെ ആരെയെങ്കിലും വഞ്ചിച്ചു എന്നോ ആയിരുന്നില്ല കേസ്. കോൺഗ്രസ് പാർട്ടിയെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് പറ്റിച്ചു എന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതി. കോൺഗ്രസ് 90 കോടി രൂപ പല ഘട്ടങ്ങളിലായി പത്രത്തിന് നൽകിയിരുന്നു. എന്നാൽ കോൺഗ്രസിന് 50 ലക്ഷം രൂപ മാത്രം നൽകിയാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് ആസ്തികൾ ഏറ്റെടുത്തത് എന്നാണ് പരാതി. കോൺഗ്രസിന് ലഭിച്ച സംഭാവനകളിൽ നിന്നുള്ള പണം ആയതിനാൽ അത് പൊതുപണം ആണെന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദം. കേസിൽ വിചാരണ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹൈക്കോടതിയും കേസുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി. സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാണ് ട്രസ്റ്റിലേക്ക് മാറ്റിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലാകുന്നതോടെ വിൽക്കാനോ ഓഹരി വാങ്ങിക്കൂട്ടാനോ സാധിക്കാതെ വരുമെന്നും പാർട്ടി വിശദീകരിക്കുന്നു.
എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും ഇതുപോലെ വിവിധ കേസുകൾ തുടരുന്നുണ്ട്. അതിലൊന്നു മാത്രമാണ് ഇതെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർമാരായി ഇരുന്ന് സോണിയയ്ക്കും രാഹുലിനും ഈ സ്വത്ത് സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും പാർട്ടി വാദിക്കുന്നു. കോൺഗ്രസിന് പഴയ കാലണ മെമ്പർഷിപ്പ് കാലം മുതലുള്ള അംഗങ്ങളുണ്ട്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് 5000-ഓളം ഓഹരി ഉടമകളുമുണ്ട്. പറ്റിച്ചു എന്ന് ഇതുവരെ ഏതെങ്കിലും കോൺഗ്രസ് അംഗം പരാതി നൽകിയിട്ടില്ല. ഏതെങ്കിലും ഓഹരി ഉടമയും പരാതിയുമായി സമീപിച്ചിട്ടില്ല. കേസ് കൊടുക്കുന്ന കാലത്ത് ജനതാ പാർട്ടി അധ്യക്ഷനായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി കേസ് നടക്കുമ്പോൾ BJPയിലാണ് അംഗത്വമെടുത്തത്. കോൺഗ്രസിനെ പറ്റിച്ചു എന്ന BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് കേസ്. അന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ പലരും സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെ ഇപ്പോൾ BJPയിലാണ്. അവരുടെ ഒപ്പം സ്വത്തും പോകാതിരിക്കാൻ തീർത്ത തടയണ മാത്രമല്ലേ ഇപ്പോഴത്തെ കമ്പനി? അതിനെതിരെയല്ലേ കേസ് നടക്കുന്നത്? സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.